അളിയാ ആ അയ്യപ്പൻ അവിടെ ഉണ്ടോ? എടാ ഞാൻ അവിടെ എത്തിയിട്ടില്ല, ചെറുതായിട്ടൊന്ന് വഴി തെറ്റി. ഇങ്ങോട്ട് കുഴപ്പമൊന്നുമില്ലടാ, ഞാൻ സേഫാണ്. ഇവിടെ യക്ഷിയൊക്കെ ഉള്ളൊരു വീട്ടിലാണ്. എടാ ആ സുഖ കാട്ടിലെന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ എന്തേ? അവനെ ഏതാണ്ടൊക്കെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. 1940 ആമസോൺ കാടുകളിൽ ചെറുപ്പക്കാരെ കാത്തിരിക്കുന്ന സുന്ദരികളായ യക്ഷികളുടെ കഥ. സുഗുവിന്റെ കേസിൽ എനിക്ക് ഇതാ ഓർമ്മ. എന്തേ? ഒന്നുമില്ല, എന്തോ ഒരു എന്താ പേടിയുണ്ടോ? ചെറുതായിട്ട്. ഇല്ല അതില്ല. അകത്തേക്ക് പോരി. താങ്ക്സ്. നിങ്ങൾ ശരിക്കും നാട്ടിൽ പോയി വരുമ്പോൾ എനിക്ക് ചുവന്ന മീനുകളെ കൊണ്ടു തരുമോ? ഏത് മറ്റേ സ്വർണ്ണ ചിറകുള്ള വീണു? അത് ഞാൻ കൊണ്ടുവരാം. ഇവരുണ്ടോ? എന്താണ്? ഇടിവെട്ടിയതാണ്. അപ്പോ പമേല എന്ത് ചെയ്യും? ഞാൻ വെയിറ്റ് ഷെഡ് കയറും. ഹേ, ഇടിവെട്ടി കെട്ടിപ്പിടിക്കുന്നു. മുറുക്കെ പിടിച്ചോ. ചറപറ ഇടിവെട്ടി. ഡ്രസ്സ് മാറാൻ വേണ്ടി ഞാൻ പമേല എൻ്റെ ഫ്ലാറ്റിലേക്ക് ക്ഷണിക്കുന്നു. പമേല എൻ്റെ കൂടെ വരുന്നു. ഇനി നമുക്ക് ആ സീൻ നോക്കാം. അത് വേണോ? സതീഷേടാ, എടാ തട്ടിത്തെറിഞ്ഞ് നീ ഇവിടെ എത്തിയോ? ബെസ്റ്റ് സ്ഥലത്തടാ വന്ന് പെട്ടിരിക്കണത്. എടാ ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കുന്നില്ലേ? എടാ കേൾക്കുന്നില്ലേ? ഹായ്, ചുവന്ന മീൻ. ഈ പെണ്ണ് മീൻ കച്ചവടം ഉണ്ട്. ആ കുറച്ച് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും അവൾക്ക് എന്തിന്റെ കച്ചവടാന്ന്. നാട്ടിൽ പോകുമ്പോൾ ഉള്ള കയ്യിൽ നിന്ന് കുറച്ച് മീൻ മേടിച്ചോണ്ട് പോകണം. എടാ സതീഷ്, അത് ഞാനാടാ. എങ്ങനെയും ഈ കുപ്പിയും തല്ലിപ്പൊളിച്ചെന്നെ പുറത്തിറക്കണ. ആ പട്ടി കേൾക്കുന്നുണ്ടോ? എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ടെന്താവാൻ? ഒരു മിനിറ്റ്. ഞാനിങ്ങനെ ദാഹിച്ചു വലഞ്ഞു വന്നപ്പോൾ വഴിയിലൊരാളെ കണ്ടു. അയാളോട് ആദ്യം ബംഗ്ലാവിലേക്കുള്ള വഴി വെച്ചു. മിണ്ടിയില്ല. പിന്നെ കുടിക്കാൻ ഇത്തിരി വെള്ളം ചോദിച്ചു. അങ്ങേരെ എന്തോ ഒരു സാധനം തന്നു. അത് കുടിച്ചത് മാത്രം ഓർമ്മയുണ്ട്. എന്നിട്ട് എൻ്റെ പൊന്നോ, ഒരടാറ് പീസ്. പീസോ? അല്ല, മാന്യമായൊരു പെൺകുട്ടി. അവൾ എന്നെ വിളിച്ചോണ്ട് എങ്ങോട്ടൊക്കെയോ പോയി. അല്ലാതെ ഞാൻ അവളുടെ കൂടെ പോയതല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചങ്ങനെ നടന്നപ്പോൾ മുന്നിലൊരാന. ആനയോ? അതിന് ഈ കാട്ടിൽ ആനയില്ലല്ലോ. ഇല്ലേ? ഇല്ലെന്നേ. താ ശരിക്കും കണ്ടോ? അങ്ങനെ ചോദിച്ചാ ഇല്ല. പക്ഷെ ആനയുടെ ശബ്ദം ഞാൻ കേട്ടതാ. അവൾ എന്നോട് ഓടാൻ പറഞ്ഞു. ഞാൻ ഓർഡർ ആവട്ടോ. അവള് പേര് വല്ലതും പറഞ്ഞായിരുന്നോ? പേര് സ്റ്റെല്ല. അടിപൊളി, നല്ല ടീമിന്റെ അടുത്ത് എന്ത് ചാടിയിരിക്കണേ. ഒക്കെ പ്രേതങ്ങളാണ് നീച്ചാ, ഒക്കെ പ്രേതങ്ങളാണ്. ട്വിസ്റ്റ് അതല്ലാന്ന്. ഈ സ്റ്റെല്ലയ്ക്ക് എൻ്റെ പേരറിയായിരുന്നു. ആണോ? ആന്നേ. എൻ്റെ പേരെങ്ങനെ അറിയാന്ന് ചോദിച്ചപ്പോൾ അവളൊരൊറ്റ ചിരി. ഇതുപോലെ തന്നെ സെയിം ചിരി. നിങ്ങൾ ബന്ധുക്കളാ? സതീശ, ഈ കാട് എങ്ങനെയാ? അരുതാത്തത് പലതും കാണും. കണ്ണടച്ചേക്കണം. പുല്ലതൊന്നും വിശ്വസിക്കരുത്. ഇതൊക്കെ എന്റെ അടുത്ത് അടിച്ച ഡയലോഗാണ്. എന്നിട്ട് ബാക്കി പറ. എന്നിട്ടെന്താവാൻ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ സ്റ്റെല്ലയ്ക്ക് എന്നോട് എന്തോ ഒരു താല്പര്യം. അവളെ എന്നെ ഒന്ന് പ്രലോഭിപ്പിക്കാൻ നോക്കി. ഞാൻ വഴങ്ങൂ. നമ്മളെ കാണാൻ ഇത്തിരി ഗ്ലാമറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. പലപ്പോഴും ഈ ഗ്ലാമർ പ്രശ്നമാണ് കുട്ടി. അവിടെ നിന്നെ പണ്ട് അമ്മനി ചേച്ചിയുടെ വീട്ടിൽ നാട്ടുകാർ കെട്ടിട്ട് അടിച്ചില്ലേ, അതുകൂടെ പറയടാ. അവൾ എന്നെ വശീകരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പയറ്റി നോക്കി. നമ്മൾ വിടുവോ? ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ്. എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ മുഖത്ത് നോക്കി തറപ്പിച്ചു പറഞ്ഞു. അവൾ ഏത് തരക്കാരിയാവട്ടെ, പക്ഷേ ഞാൻ മാന്യനാണ്. നീ ഇവിടെ എത്തിയത് എങ്ങനെയാന്നുള്ളത് ഏകദേശം എനിക്ക് മനസ്സിലായി. ഞാൻ നോ, നടക്കില്ല എന്നും പറഞ്ഞ് തിരിഞ്ഞൊരൊറ്റ പോക്ക. പിന്നെ നോക്കുമ്പോൾ അവളെ കാണാനില്ല. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഈ കാട് മൊത്തമൊക്കെ ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നി. ഞാൻ വന്നു നോക്കുമ്പോൾ ബോധമില്ലാണ്ട് കാട്ടിക്കിടക്കുമായിരുന്നു സതീശൻ. ആണ്.
അതിനിടയിൽ എൻ്റെ ബാഗ് അവിടെ പോയെന്നാ. എൻ്റെ മൊബൈലൊക്കെ അതിനകത്താണ്. ഉടുത്തു മാറാൻ ഒരു തുണി പോലുമില്ല. അതിനൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം സതീശ. അപ്പോൾ കാത്തൂന് ഈ കാട്ടിൽ സ്റ്റെല്ല എന്ന് പറഞ്ഞ ഒരാളെ പരിചയമില്ല? ഇല്ലെന്നേ. എൻ്റെ ബലമായ സംശയം സുഖ മിക്കവാറും അപ്പോൾ അവളുടെ കൂടെ ആയിരിക്കും. ആരവളുടെ കൂടെയാന്ന്? നേരത്തെ പറഞ്ഞ കൂട്ടുകാരനാ? ആന്നേ, ഞാൻ വിളിച്ചപ്പോൾ അവൻ ഇന്നലെ കൂടെ ഫോൺ എടുത്താ. സുഖു ഈ കാട്ടിൽ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെയാണ്. അതെനിക്ക് ഉറപ്പാ. മിക്കവാറും അത് അവള് തന്നെയായിരിക്കും. ഞാൻ അവളുടെ കൂടെ തന്നെയാണ്. ഇപ്പൊ നീയും. അവനങ്ങനെ വെറുതെ പറയില്ല. അവനായതുകൊണ്ടാണ് എനിക്ക് പേടി. പുള്ളിക്കാരൻ നമ്മളെപ്പോലെ അല്ലേ. ഈ സ്ത്രീ വിഷയത്തിലൊക്കെ ലേശം കമ്പുള്ള ആളാ. പണ്ട് ഇവനൊരു ദിവസം നാട്ടിൽ അമ്മണി ചേച്ചിയുടെ വീട്ടിൽ കയറിയതിന് നാട്ടുകാരെല്ലാം കൂടെ പിടിച്ചു കെട്ടിയിട്ട് അടിയോടടി. അവൻ്റെ അമ്മോ, ഇനി അങ്ങനെ വല്ലതും. ശരി, അമ്മണി ചേച്ചിനെ നീ എന്റെ കയ്യിൽ കിട്ടല്ലേ? തന്റെ കൂട്ടുകാരൻ അത്രയ്ക്ക് മോശക്കാരനാണോ? എന്നെ പോലെ അത്ര ഡീസൻ്റ് അല്ല ഉള്ളി, പ്രത്യേകിച്ച് ഈ പെണ്ണ് കേസിൽ. എന്ത് ചെയ്യാനാ, ചില ആണുങ്ങളൊക്കെ അങ്ങനെയാണ് കാത്തു. ഈ ആണുങ്ങളെല്ലാം ഒരുപോലെയാണോ? ഇതെന്താണ് ഒരുമാതിരി ശബ്ദമൊക്കെ മാറ്റിയിട്ട്? നല്ല ചിരി. കാത്തൂന് ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ബോറടിക്കില്ലേ? വല്ലപ്പോഴും നാട്ടിലേക്കൊക്കെ ഒന്ന് വായോ. നമുക്ക് മൂന്നാറിലൊക്കെ പോയി റൂമൊക്കെ എടുത്ത് അടിച്ചു പൊളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. എനിക്ക് ഈ നാട്ടിൽ നിന്ന് കാട് കയറി വരുന്ന എല്ലാവരെയും ഭയങ്കര പേടിയാ. ഛേ, അങ്ങനെ പറയല്ലേ. നമുക്ക് ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാന്നേ. ആലോചിക്കാം. കാത്തൂൻ്റെ ചിരി കാണുമ്പോൾ എനിക്കൊരു സിനിമ നടിയാ ഓർമ്മ വരണേ. ആരെ? മിയ മാൽക്കോവ. അതാരാണാവോ? അതൊരു വലിയ നടിയാ. സത്യം പറഞ്ഞ അവളെക്കാളും സുന്ദരിയാ കാത്തു. സതീശ ഇരിക്കേ, ഞാനിപ്പോ വരാം. എന്താണിത്? എന്നിട്ട് എന്തെങ്കിലും കഴിക്കാണ്ടാക്കി തരാം. വേണമെന്നില്ല, വയറും. കാട് മൊത്തം കിടന്ന് ഓടിയതല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല. കാത്തു പോയി കുളിച്ചിട്ടോ. ഇന്നിനി ബംഗ്ലാവിലേക്കൊന്നും പോവാൻ നിൽക്കണ്ട. ഇരുട്ട് വീണ് കഴിഞ്ഞാൽ വഴിയൊന്നും കാണില്ല. നാളെ കാലത്ത് പോവാം. ശരിയാ, എന്തൊരു ഇരുട്ടേ കാട്ടിലൊക്കെ. നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കണം ഇവിടെ? ശീലമായിപ്പോയി. ഇപ്പൊ ഇരുട്ടാ ഇഷ്ടം. ഇരുട്ട് ഇഷ്ടമാണെന്നോ? അതൊരു പ്രത്യേകം ജീവിതമാണല്ലോ. വേണ്ടടാ ദിശ, പണി കിട്ടു കേട്ടോ. ചെന്ന് കയറി കൊടുക്ക്. അമ്മേ, എന്താ? കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമെന്ന് അറിയാൻ വന്നതാ. നല്ല ദാഹമുള്ള കൂട്ടത്തിലാവുന്നു. അവിടെ നോക്കിയാ മതി, അവിടെ ഉണ്ട്. ശരി, കാത്തു വിളിച്ചോ. ഡോറിനകത്തൊന്നും കുറ്റിയില്ലല്ലേ? നമുക്ക് അത്യാവശ്യമായിട്ട് ഒരു കുറ്റി വെപ്പിക്കണം. സതീശൻ പോയേ? ശ്ശെ. ശ്ശെ, ഒരു സ്ക്രൂ ഡ്രൈവറും 3-4 ആണിയും കിട്ടൂ. എന്തിന്? ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാ. ഇതിന്റെ കുറ്റിയും ശരിയായി കളയാം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. സതീശപ്പ ചെല്ല്, കുറ്റിയും കുളത്തൊക്കെ പിന്നെ ശരിയാക്കാം. ഈശ്വര, എന്താണത് ഭഗവാനെ? സതീശ കൈയെടുക്ക്. ഇല്ല, എടുക്കൂല. അവന്റെ കാര്യത്തിൽ തീരുമാനം. ഇത് മീനായില്ലേ? ചിലപ്പോ വല്ല ഉറുമ്പാക്കാനാവും. വേദനിച്ചോ? പിന്നെ വേദനിക്കാതെ. അമ്മാരി അടിയായിരുന്നു. പോട്ടെ, സാരമില്ല. പക്ഷെ താൻ ആള് കൊള്ളാലോടോ. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പെണ്ണിനെ കയറി പിടിക്കേ? എന്നാ ഞാൻ സത്യം പറയട്ടെ, ഞാൻ വെറും വൃത്തിയിട്ടവനാണ്. അങ്ങനെയല്ലല്ലോ താൻ നേരത്തെ പറഞ്ഞത്. അല്ല, അത് പിന്നെ ഞാൻ കാത്തൂനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനായിട്ട്. സത്യം പറഞ്ഞാൽ കാത്തൂനെ കണ്ട എൻ്റെ കൺട്രോൾ പോയിരിക്കുകയാണ്. ആഹാ, ഇങ്ങനെ എത്ര പേരെ സതീശൻ കണ്ടിട്ടുണ്ട്? കണ്ടിട്ടുണ്ട്. പിന്നെ പക്ഷെ കാത്തൂനെ പോലെ ഒരാളെ ആദ്യമായിട്ടാ. കാത്തൊന്ന് മനസ്സ് വെച്ചാ. താല്പര്യമില്ലെങ്കിലോ? ഒന്നിനും മടിയില്ലാത്തവനാ ഞാൻ. കരച്ച് കാല് പിടിക്കും. ദേ, ഈ ചിരിയിലാണ് ഞാൻ വീണുപോയത്. എത്ര പെണ്ണുകളുടെ രുചി അറിഞ്ഞിട്ടുണ്ട് സതീശൻ? അങ്ങനെ ചോദിച്ചാ ഒരു 4-5. ബലം പ്രയോഗിച്ചിട്ടാണോ?
ഏയ് ഒരിക്കലുമല്ല, സത്യമായിട്ടുമല്ല. ബലം പ്രയോഗിച്ച് കാര്യം നടത്തിയിട്ട് അതുങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ടോ സതീശൻ? അങ്ങനെ ചെയ്യണൊക്കെ തെറ്റല്ലേ? സതീശന് കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണോന്നു കേൾക്കാൻ മാത്രമല്ല, അത്യാവശ്യം എഴുതുന്ന കൂട്ടത്തിലൊക്കെയാണ് ഞാൻ. കഥ തുടങ്ങിയിട്ട് എടുപ്പ് വരും. പഴയ രാജസ്ഥാന്റെ തെക്ക് കിഴക്കായി കിടന്നിരുന്ന സീനാബന്ദൂരി എന്ന നാട്ടുരാജ്യം. ആ നാട്ടുരാജ്യം ഭരിച്ചിരുന്ന അജലേന്ദ്ര മഹാരാജാവിനെ മരണഭയം വല്ലാതെ അലട്ടിയിരുന്നു. തൻ്റെ ആരോഗ്യവും ആയുസ്സും അതേപടി നിലനിർത്താനുള്ള ആഗ്രഹത്തിന്റെ മുകളിൽ അദ്ദേഹം ജയതീർത്ഥ എന്ന മഹായോഗിയെ തേടിയിറങ്ങി. പരിഹാരമായി യോഗി നിർദ്ദേശിച്ചത് ഒരു ലഹരി പാനീയമായിരുന്നു, സോമരസം. വിചിത്രമായ കൂട്ടുകളടങ്ങിയ ആ പുസ്തകം ജയതീർത്ഥ അജലേന്ദ്രന്റെ കൈമാറി. കാട്ടുവാസികളെ കണ്ട് കൂട്ടുകൾ കണ്ടെത്തി മഹാരാജാവ് സോമരസം ഉണ്ടാക്കി. സോമരസം കുടിപ്പിച്ച് 200 സ്ത്രീകളുമായി അവരുടെ സമ്മതപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആയുസ് വർദ്ധിക്കുമെന്നായിരുന്നു ജയതീർത്ഥ നിർദ്ദേശിച്ചിരുന്നത്. അതിനായി സ്ത്രീകളെ വശത്താക്കാനുള്ള ചേരുവകളായിരുന്നു സോമരസം എന്ന പാനീയം. അജലേന്ദ്രൻ സീനാബന്ദൂരിലെ പല സ്ത്രീകളെയും സോമരസം കുടിപ്പിച്ച് വരുതിയിലാക്കി. സോമരസം കുടിക്കുന്ന ഓരോ സ്ത്രീകളും അജലേന്ദ്രനിൽ അടിമപ്പെടുകയായിരുന്നു. എന്നാൽ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഓരോ സ്ത്രീകളെയും കൊന്നൊടുക്കുക എന്നതും അജലേന്ദ്രന്റെ ഒരു ക്രൂര വിനോദമായിരുന്നു. തലമുറകൾ നീണ്ട ആയുസ് നേടി മരണമില്ലാത്തവനായി അജലേന്ദ്രൻ ഇപ്പോഴും എവിടെയോ ഉണ്ട്. എന്താ കാത്തു വല്ലാതിരിക്കുന്നത്? എന്തോ ഒരു വയ്യായിക പോലെ. കുടിച്ചോളൂ, ക്ഷീണമൊക്കെ മാറിക്കോളൂ.
ഇല്ല, ഈ മരുന്ന് കൊണ്ട് നീ കാടിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ കണ്ട അന്ന് ഞാൻ തീരുമാനിച്ചതാ സോമരസൻ നിന്നിലൊന്ന് പരീക്ഷിക്കണം.